ഹൈവേ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർമ്മാണ വസ്തുക്കളിന്മേൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതികളും റോയൽറ്റിയും ഒക്കെ ഒഴിവാക്കുകയും ചെയ്തു കേരളം. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും ഇങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. NH-66 വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ 25% ചെലവ് പങ്കിടാൻ തയ്യാറായ ഏക സംസ്ഥാനം കേരളമാണെന്ന് യൂണിയൻ ഉപരിതല ഗതാഗത വകുപ്പ് പാർലമെന്റിൽ പറഞ്ഞു. ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്ഥലം ഏറ്റെടുക്കുന്നതിന് 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നതോർക്കണം. സ്ഥലം ഏറ്റെടുപ്പിൽ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂവുടമകൾക്കുള്ള നഷ്ടപരിഹാരമായിരുന്നു. അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളായിരുന്നു. എന്നാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാരം നൽകി ഒരാൾക്ക് പോലും പ്രയാസമുണ്ടാക്കാതെയാണ് പിണറായി സർക്കാർ ഭൂമി ഏറ്റെടുത്തത്. തുടർന്ന് നടന്നത് ചരിത്രം. യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കുന്നു. സർവേ നടപടികൾക്ക് ശേഷം ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ കീറാമുട്ടിയായി നിൽക്കുന്ന യൂട്ടിലിറ്റീസ് ഷിഫ്റ്റിംഗ് അഥവാ വാട്ടർ പൈപ്പ് ലൈൻസ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാനായതും ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ്. പിന്നെ പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിജയം എന്നത് കോർഡിനേഷൻ വിത്ത് ലോ എൻഫോഴ്സ്മെന്റ് ആൻഡ് ലോക്കൽ പഞ്ചായത്ത്, അതായത് സമരം നടത്തിയും നടുറോഡിൽ നിസ്കാരം നടത്തിയും പദ്ധതി പൊളിക്കാൻ വന്ന കുത്തിത്തിരിപ്പുകാരെ ഡീൽ ചെയ്തു എന്നതാണ്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ പ്രവർത്തനം ആരംഭിച്ച് ഏറ്റവും ആദ്യം പൂർത്തീകരിക്കുന്ന പാതയായി ദേശീയപാതയുടെ കേരള റീച്ച് മാറിയത്. ഇത് സാധ്യമായത് കേരളം ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് മാത്രമാണ്.